ക്രിസ്ത്യൻ ദേവി സാർ, ജയറാം സാർ, വേദിയിലെ ഉത്തരവാദപ്പെട്ട ആളുകളെ, പ്രിയ സഭാവാസികളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഉള്ള കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരാൾക്ക് പുരസ്കാരം നൽകുക എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. സാമൂഹ്യ സേവനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ്. അത് ചുമരിനകത്തല്ല, സമൂഹത്തിലാണ്. സാമൂഹ്യം എന്ന് പറയുമ്പോൾ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ സാമൂഹ്യം ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുക എന്നുള്ളത് കൊണ്ടാണ് സാമൂഹ്യ പാഠം ഭൂരിപക്ഷ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ തെളിവുകൾ സന്തോഷ് മാഷുടെ സമാനമായ അല്ലെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം വൃക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വൃക്ഷത്തിന്റെ സാമൂഹ്യ ബന്ധ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, തെളിവാണ് എന്നുള്ളതാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ സഭയില് മുൻപ് പരിശീലനങ്ങൾ DPP കാലം മുതൽ 98 കാലം മുതൽ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടുത്തെ ചർച്ചകളും നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ മോഡ്യൂള് ട്രാൻസാക്ട് ചെയ്യുമ്പോഴും അത് ഫലപ്രദമായി തീരുന്നത് പ്രധാനപ്പെട്ട അതവിടെ ഒരുപാട് ആൾക്കാർ, പഴയ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സത്യം മാഷ് പറയലുണ്ട്, സന്തോഷ് മാഷ് ഉള്ള ഒരു സഭയില്, ഒരു ഗ്രൂപ്പില്, ടാർഗറ്റ് ഗ്രൂപ്പില് എളുപ്പമൊന്നുമല്ല ഒരു മോഡ്യൂള് കൊണ്ടുവന്ന് ഇനി സർക്കാരിൻ്റെതായാലും ശരി സിസ്റ്റത്തിൻ്റെതായാലും ശരി ഇങ്ങനെയാണ് തീരുമാനിച്ചത്, അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നാണ് അവസാന പരാജയപ്പെട്ട അവസാന ആൾക്കാരോട് പറയുക ഉത്തരം മുട്ടുമ്പോൾ. ഇതാണ് തീരുമാനം, അത് നിങ്ങൾ അംഗീകരിച്ചേ തീരും. അവിടെ വെച്ചിട്ടാണ് ഒരു കോംപ്രമൈസിനും നിൽക്കില്ല. ആത്മവിശ്വാസമുള്ളവര് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരു കോംപ്രമൈസിനും നിൽക്കില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഓർമ്മയുണ്ടാവായിരിക്കും. അതെങ്ങനെയാ അങ്ങനെ തീരുമാനിച്ചിട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യം കൊണ്ട് സന്തോഷമാഷ എഴുന്നേൽക്കും, പിന്നെ ഇരിക്കില്ല. അതുകൊണ്ട് ഡയറ്റിൽ നിന്നായാലും DPP RP ഫണ്ടിൽ നിന്നാലും മാനന്തവാടി ഒരു പരിശീലനത്തിന് RPI പോകാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടോടു കൂടി വരിക. ദൈവഭാഷത്തെ അറിയാം. വളരെ ഗഹനമായ ചിന്തകൾ നടത്തിക്കൊണ്ടിരുന്ന പഴയ കാലം മുതൽ കേരളത്തിലെ ഏറ്റവും മികച്ച BRC ആയിട്ട് നിലനിന്നിരുന്ന ഒരു സ്ഥാപനമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉണ്ടായിരുന്ന RPമാര് ഇത്തരത്തിലുള്ള സന്തോഷ് മാഷ പോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഈ പ്രകോപനത്തിൽ നിന്ന്, അക്കാദമിക പ്രകോപനത്തിൽ നിന്ന് കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി വളരെ കൃത്യമായ ധാരണയോട് എത്തുന്നതാണ്. കോംപ്രമൈസ് ചെയ്യാറില്ല. അത് അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നായാലും ശരി, സംഘടനയുടെ ഒരുപാട് പ്രാവശ്യം സംഘടനയൊക്കെ ആയിട്ട് രസലുകൾ ഉണ്ടായിട്ടുണ്ട് സന്തോഷ് മാഷ്. അതുപോലെ സിസ്റ്റത്തോടാണ്. ഇനി ആരായാലും ഒരു പ്രാവശ്യം ഇവിടെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് DPP കാലത്ത് കുര്യൻ സാർ വന്നിരുന്നു, SPD ആയിട്ട്. കുര്യൻ സാർ വന്ന് ഇവിടുന്ന് എന്തോ അവതരിപ്പിക്കുമ്പോൾ പിന്നെ എല്ലാവരും കേട്ടിരിക്കുകയാണ്. കാരണം പുറമേ നിന്ന് നമ്മുടെ ഒരു ഗസ്റ്റും സംസ്ഥാന അധ്യക്ഷനൊക്കെയാണല്ലോ. പക്ഷെ സന്തോഷ് മാഷ് 1-2 ചോദ്യം ചോദിച്ച്, പക്ഷെ കുര്യൻ സാറ് വളരെ ജനകീയനും ഇത്തരത്തിലുള്ള കാര്യം ഇഷ്ടപ്പെടുന്ന ആളും ആയതുകൊണ്ട് വളരെ കൃത്യമായിട്ട് സംവാദം, എനിക്ക് ആ വിഷയം ഓർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് സന്തോഷ് മാഷ് അക്കാദമികമായിട്ട് അത്തരത്തിൽ ഉരച്ച് തേച്ച് മിനുക്കിയെടുത്ത കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ബാവലിയിലെ വിദ്യാലയത്തെ അദ്ദേഹം കണ്ടത്. ഇതിന്റെ വിജയമാണ് അത് ഇതാണ് പൂർണ്ണമാക്കാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ധാരണകൾ നടത്താനുള്ള സമയം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വഴികളിലൂടെ പോയ നമ്മുടെ ജയറാം സാറിന് പ്രത്യേക അഭിനന്ദനം. ഞാനും ജയറാം സാറിനെ ഇന്ന് ആദ്യമായിട്ടാണ് സാറിനെയും പരിചയപ്പെടുന്നത്. ഓക്കെ, ഇത് സമയം ഒരുപാട് വൈകി, 6 മണിയാവാന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് കുറെ കാര്യങ്ങൾ പറയാം. അടുക്കും ചിട്ടയൊക്കെ നമ്മൾ കേൾക്കുന്നവരുണ്ടാക്കിയാൽ മതി എന്നുള്ളതാണ്, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ട് നമ്മുടെ വിഷയം തന്നെ ഈ മാറുന്ന കാലത്തെ വിദ്യാഭ്യാസവും പുതിയ ചിന്തകളുടെ ആവശ്യവും എന്നുള്ള ടോപ്പിക്കാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ചരിത്രത്തെ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ലക്ഷ്യങ്ങൾ, ഒരുപാട് വിശദീകരണങ്ങൾ കാലാകാലങ്ങളായിട്ട് മഹാന്മാരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നൽകിയിട്ടുണ്ട്. ചരിത്രത്തെ പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും ഓരോരോ ഇഷ്യൂ അല്ലേ. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് മുതൽ ഒരു ഇഷ്യൂ തുടങ്ങി. ഒരാള് ഒരു വലിയ വ്യവസായി ഇന്ന് അറസ്റ്റിലായിട്ടുള്ളത്. ഇപ്പൊ തുടർച്ചയായിട്ട് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേൾക്കുന്നില്ലേ? പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ ഏതെന്താ കാലം മോശമായതുകൊണ്ടല്ല,
നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക്. ഇതൊരു ഒരു പാരഡൈം ഷിഫ്റ്റിന്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമ്മൾ പുതിയൊരു വ്യവസ്ഥിതി തനിയെ മാറുമൊന്നുമില്ല. ഇതുപോലെ പരിഷത്തുകാർ ചർച്ച ചെയ്ത് ഇരുന്നത് കൊണ്ടോ റോഡിലൂടെ ജാഥ നടത്തിയത് കൊണ്ടോ അടുത്ത ദിവസത്തേക്ക് മാറില്ല. അങ്ങനെ വിപ്ലവം നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. റവല്യൂഷൻ, അപ്പൊ ഇവല്യൂഷനാണ് നടക്കേണ്ടത്. പക്ഷെ ഇവല്യൂഷനും നടക്കണമെങ്കിൽ നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തില് ഉള്ള കാലഘട്ടത്തിന്റെ സന്ധികളില് ഇഷ്യൂസ് ഉണ്ടാവും. 1800 1800 2000, അതായത് 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ നടന്നിരുന്നു. വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാന്നാർ ലഹളയും സ്ത്രീകളുടെ തിരുവനന്തപുരത്ത് നടത്തിയ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഭരിക്കുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന മുന്നേറ്റം ആ കാലഘട്ടത്തിലാണ്. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിന്റെ ഫലമാണ് 20ാം നൂറ്റാണ്ടിലെ പുരോഗതി എന്നുള്ളത്. അത്തരത്തിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു വ്യവസ്ഥിതി മാറ്റത്തിലേക്ക് കടക്കാനുള്ള ചർച്ചകളാണ് ഇവിടെ. ഹേമ കമ്മിറ്റിയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാവട്ടെ, ഇപ്പോഴത്തെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവട്ടെ, നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളുടെ ഇന്ത്യക്കാർക്ക് വസ്ത്രം തുന്നാൻ അറിയില്ലായിരുന്നു. നമ്മൾ വസ്ത്രം തുന്നാൻ പഠിച്ചത് ഇപ്പൊ 20ാം നൂറ്റാണ്ടിന്റെ ഇപ്പറാണ്. നിങ്ങൾ പഴയ ഏതെങ്കിലും വ്യക്തി തുന്നിയെടുത്ത, സ്റ്റിച്ച് ചെയ്തെടുത്ത ഡ്രസ് ഇട്ട എത്ര ഇന്ത്യക്കാരെ നിങ്ങൾക്കറിയാം? പഴയ കാലം 19, 18, 19 നൂറ്റാണ്ടുകളിൽ നമ്മൾക്ക് തുണി നെയ്യാൻ അറിയാമായിരുന്നു, അത് ചുറ്റി വെക്കാൻ അറിയാമായിരുന്നു. ഷർട്ട് തുന്നാൻ നമ്മൾക്ക് അറിയില്ലായിരുന്നു, ആ ഒരു ശീലം നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒന്ന് ഉടുപ്പും ഒന്ന് പുതപ്പുമാണ്. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. ഈ സംഗതിയൊക്കെ വന്നത് യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്യന്മാരിൽ നിന്നാണ് നമ്മൾ വസ്ത്രം തയ്യൽ ചെയ്യുന്ന, നെയ്യുന്ന പണി നമുക്കറിയാം, തയ്യൽ പണി നമ്മൾ ഏർപ്പെട്ടില്ല. കട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിനനുസരിച്ച് വെക്കുന്നത്. പഴയ കാലത്തെ ദേവീദേവന്മാരുടെ, അതാണല്ലോ പഴയ കാലത്തെ ഒരു ബിംബങ്ങള്, അവരുടെ വസ്ത്രങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവുക. ഈ വസ്ത്രം ചുറ്റുന്നതിന്റെ ഏറ്റവും ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഈ സാരി ഉടുപ്പ് എന്നുള്ളത്. 6 മീറ്റർ തുണിയെടുത്ത് ഫുൾ ചുറ്റി വെക്കുക എന്നുള്ളത്. അത് നെയ്തെടുത്ത സംഗതിയല്ല, തുണി ചുറ്റുക എന്നുള്ളതിന്റെ ഇപ്പോഴും നിലനിൽക്കുന്ന ഫാഷനായിട്ടും പാരമ്പര്യമായിട്ടും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ചുറ്റുക എന്നുള്ളത്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. ഞാൻ ആനുഷംഗികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സൂചനകളുണ്ട്. നമ്മൾ അടുത്ത കാലത്ത് പുതിയൊരു ഘട്ടത്തിലേക്ക്, പുതിയ ന്യൂജനാണ് ഒക്കെ വന്നു, ന്യൂജന്മാരുടെ കാലഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി നമ്മളെ കാലം സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാരഡൈം ഷിഫ്റ്റിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അടുത്ത 2030 ആകുമ്പോഴേക്ക് UN പറയുന്നതല്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ 2030 ബോർഡറോടുകൂടി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊരു പുതിയ വ്യവസ്ഥിതിയുടെ ലോകത്തേക്ക് കടക്കാൻ പോവുകയാണ്. അധികം ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് മാക്സിമം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാം. ചരിത്രത്തെ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഈ ചരിത്രത്തെ പരിഷ്കരിക്കണമെങ്കിൽ ചരിത്രം വന്ന വഴി നമ്മൾക്ക് അറിയണം. ചരിത്രത്തെ പരിഷ്കരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. നമ്മുടെ ചരിത്രം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ആദ്യമായിട്ട് വലിയൊരു മാറ്റം സംഭവിച്ചത് 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ്. 1850 ശേഷമാണ് എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നത്. ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഇലക്ട്രിസിറ്റി ഒക്കെ 1700 അവസാനമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അത് വൈവിധ്യമാർന്ന ആവശ്യങ്ങൾക്കും നമ്മുടെ പ്രേതങ്ങളെ, യക്ഷികളെ അകറ്റാനും രാത്രിയും പകലാക്കി മാറ്റാമെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 1875 ശേഷമാണ്. ആലോചിച്ച് നോക്കുക, 150 വർഷം ആവുന്നതേ ഉള്ളൂ വൈദ്യുതി കണ്ടുപിടിച്ചിട്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ കോൺഫറൻസ് നടത്തുന്നുണ്ട്, നമ്മൾ ഫോട്ടോ എടുക്കാൻ ആദ്യമായിട്ട് എഡിസൺ തന്നെയാണ് ഒരാൾ തുമ്മുന്ന ഒരു ചിത്രം, ഒരു ക്യാമറയിൽ ഒരു തുമ്മുന്ന ഒരു മോഷൻ ചിത്രം എടുത്തിട്ട് അതിനെ പാറ്റന്റ് ചെയ്യുക പോലും ഉണ്ടായി. ആലോചിച്ച് നോക്കുക. ഇതൊക്കെ 19ാം 20ാം നൂറ്റാണ്ട് തുടങ്ങുന്നതിന്റെ ഒരു 10-20 വർഷങ്ങൾക്ക്, അവസാനത്തെ 20 വർഷങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. വൈദ്യുതി കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ മുഴുവൻ കാര്യങ്ങളും പുതിയ ഈ കാലഘട്ടത്തിലേക്ക് മാറിയത്. സിനിമയുടെ തുടക്കത്തിന്റെ കാര്യം പറഞ്ഞത്, സിനിമ കണ്ടുപിടിച്ചത് ഇതൊക്കെ കഴിഞ്ഞ 1900 മുതൽ ഇങ്ങോട്ടാണ്. വിമാനത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. യാത്ര, ആകാശത്തു കൂടിയുള്ള നമ്മുടെ സ്വപ്നം വാൽമീകിയുടെ പുഷ്പവിമാനം എന്നുള്ള സർഗാത്മക സങ്കല്പത്തിൽ നിന്ന് യാഥാർത്ഥ്യമായി മാറിയതും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം വെറുതെ അങ്ങ് ഉണ്ടായിട്ടുള്ളതല്ല. അത് ചരിത്രത്തെ
പരിഷ്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റമാണ്. അപ്പോഴും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ചരിത്രത്തെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും 5000 വർഷം മുമ്പുള്ള ചികിത്സാ സമ്പ്രദായം നിലനിൽക്കുന്ന ഇവിടെ നിങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പോകുന്ന വഴിക്ക് അതിന് ഈ കാലങ്ങൾ ഒരുപാട് പഴകിയ ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ ചികിത്സിക്കാൻ പോകാൻ പ്രത്യേകം അന്വേഷിച്ചു പോകുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. 5000 വർഷം മുമ്പുള്ള ചികിത്സ എന്തായിരിക്കും? അത് അത്രമാത്രം പാരമ്പര്യമുള്ള അതേ ചികിത്സ ഇന്നും നൽകുന്ന ഒരു സ്ഥലത്ത് വളരെ വിശ്വാസത്തോടെ പോവുക എന്നുള്ള ശീലവും നമ്മൾക്കുണ്ട്. ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലം, നമ്മുടെ കോവിഡിന് മുൻപുള്ള കാലം, കോവിഡിന് ശേഷമുള്ള കാലം, വൈദ്യുതി കണ്ടുപിടിക്കുന്നത് വരെയുള്ള കാലം, അതിനുശേഷം ഇലക്ട്രിസിറ്റി കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സ്, റേഡിയോ കണ്ടുപിടിച്ചതും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇലക്ട്രോണിക് യുഗം തുടങ്ങിയതിനു ശേഷമുണ്ടായ മാറ്റം നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം. നിലവിലുള്ള മാറ്റത്തെക്കുറിച്ച് നമ്മൾക്ക് എത്രമാത്രം തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ കാലം നമ്മളെ എവിടെയാണ് എത്തി നിർത്തിയിരിക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മുടെ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട ഈ ഡിവൈസ് ഉണ്ടല്ലോ, ഈ ഡിവൈസ് ഇപ്പൊ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിലാണ് നമ്മളുടെ കയ്യിൽ, 10 വർഷം മാത്രമേ ആയിട്ടു സാധാരണക്കാരുടെ കയ്യിൽ വരാൻ തുടങ്ങിയിട്ട് 2012 ശേഷമൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്മാർട്ട് ഫോൺ വന്നിട്ട് ഇപ്പോൾ 5-8 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് വന്നിട്ട് കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളാണ് നമ്മളുടെ പുതിയ തലമുറ. നമ്മൾക്കിത് അറിയില്ല. നമ്മൾ ഇതിനകത്തുള്ള ഒരു ഡിജിറ്റൽ ഡിവൈസിനകത്തുള്ള ആപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതിന്റെ ഓപ്പറേഷണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ നമ്മളുടെ കുട്ടികളോട് ചോദിക്കുകയും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളതിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. കുട്ടികളായിട്ട് ഇന്നേറ്റായിട്ട് അതിൽ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ തലമുറ കുട്ടികളാണ്. പക്ഷെ നമ്മൾക്ക് ഇതിനോട് ഭീതിയാണ്, അവർക്ക് ഭീതിയില്ല കുട്ടികളോട്. നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അതാണല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാത്ത, ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള അതിഥികളായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പഴയ തലമുറയായിട്ടുള്ള നമ്മൾ ഇതിന്റെ കൈകാര്യകർത്താക്കളായ ഉടമസ്ഥരായ പുതിയ തലമുറയോട് പറയാണ്, ഇത് നിങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കരുത് എന്നുള്ളത്. വീട്ടിൽ വന്ന വീട്ടുകാരനോട് പറയാണ്, ഇങ്ങനെയല്ല നിങ്ങൾ ഈ വീട്ടിനകത്ത് താമസിക്കേണ്ടത് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ന്യൂ ജനറേഷൻ ഡിജിറ്റൽ ജനറേഷനാണ്, സെറ്റ് ജനറേഷൻ എന്നൊക്കെ പറയും. ഡിജിറ്റൽ ജനറേഷന്റെ കൈകാര്യ സ്വത്താണ് പുതിയ എല്ലാ ആപ്ലിക്കേഷനുകളും കാര്യങ്ങളും. അവർക്കതിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇതില് അപകടമുണ്ട് എന്നുള്ള കാര്യം, ഒരുപാട് അപകടങ്ങളുടെ സാധ്യതയൊക്കെ ഉണ്ട്. കാര്യം നമ്മൾ ഭയപ്പെടുകയും ഇത് ഇങ്ങനെ എത്രത്തോളം ഉപയോഗിക്കരുത് എന്ന് അവരോട് പറയുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എന്റെ കൂടെ ഞാൻ മലപ്പുറം ഡയറ്റിലുള്ള സമയത്ത് അവിടെ ഡോക്ടർ നാരായണൻ ഉണ്ണിയുണ്ട്, SCRT റിസർച്ച് ഓഫീസർക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തി ഞങ്ങൾ റിവ്യൂ നടത്തുന്ന സമയത്ത് നാരായണൻ ഉണ്ണി സാർ ഒരു കാര്യം പറഞ്ഞു. കാലത്തിന്റെ മാറ്റം 1-2 കാര്യങ്ങളോട് സൂചിപ്പിച്ച് ഞാൻ ബാക്കി പറയാം. അപ്പൊ മാഷ് പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ 6ാം ക്ലാസ്സിലാണ് പോയത്. 6ാം ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളോട് സംഭാഷണമൊക്കെ ചെയ്തു. സംഭാഷണം ചെയ്തിട്ടാവുമ്പോൾ കുട്ടികളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആവാൻ ജോലി താല്പര്യം? അപ്പോൾ ഒരു കുട്ടികൾ നമ്മളൊക്കെ പണ്ട് പറഞ്ഞ പോലെ പോലീസ് ആകണം, ഡ്രൈവർ ആവണം, അവർക്ക് താല്പര്യമുള്ള സംഗതി, കളക്ടർ ആവണം, പിന്നെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പല കാര്യത്തിൽ നമുക്ക് പരിചയമുള്ള എല്ലാ ജോലികളെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ക്ലാസ്സിലെ മിടുക്കനായ ഒരു കുട്ടി ഒന്നും സൈലന്റ്, അവൻ വളരെ ഗൗരവത്തിൽ മാഷ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്താണ് ഒരുമാതിരി ചോദ്യം ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ നാരായണ ഉണ്ണി സാർ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഇവരോട് ചോദിച്ചു, നിനക്കെന്താ ആരാവണം എന്നുള്ളത്? അപ്പൊ ആ കുട്ടി പറയുകയാണ്, ഞാൻ തീരുമാനിച്ചിട്ടില്ല മാഷെ, ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതെന്താ, എനിക്കൊരു ലക്ഷ്യമില്ല ജീവിതത്തിനെ കുറിച്ച്. ലക്ഷ്യമുള്ളത് കൊണ്ടാണ് മാഷെ ഞാൻ പറയാത്തത്. ഞാൻ പഠിച്ചിട്ട് ആവുമ്പോഴേക്ക് ഒരു 2030-40 ഒക്കെ ആവില്ലോ, അപ്പോഴത്തെ ഏറ്റവും ടോപ്പ് ജോലി ഏതാണെന്ന് മാഷക്ക് ഇപ്പൊ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമെന്ന്. 2030 ശേഷമുള്ള ആ ക്ലാസ്സിൽ മിടുക്കനായിട്ട് അവൻ മിണ്ടാണ്ട് ഗൗരവത്തിൽ ഇരുന്ന് ഇയാൾ എന്തോ തമാശ ചോദിക്കുന്ന പോലെ ഒരു നോട്ടം അങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞ്. 2035 ശേഷം ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന കാലത്ത് ഏറ്റവും ടോപ്പ് ജോലി ഏതാണെന്ന് മാഷക്ക് പറഞ്ഞുതരാൻ പറ്റും.
അങ്ങനെ ആ ഓപ്ഷൻ തന്നാൽ അതിലൊന്ന് ഞാൻ പറയാമെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, 6ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ചിന്ത ഇതാണ്. പുതിയ തലമുറ ഇത് പറയുമ്പോൾ നമ്മൾക്കിപ്പോഴും പരിചയമുള്ള, എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷ ആൾക്കാർക്കും, ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാര് ഒരിക്കലും പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തൊഴിൽ ഇവിടെ ഉണ്ടാവുമെന്നോ, നമ്മൾ 1990 ഞാൻ കണ്ണൂർ ജില്ലയിലെ ബേസ്, നമ്മൾ ഒരുപാട് പ്രക്ഷോഭം നടത്താനൊക്കെ അങ്ങനെ വലിയ ചർച്ചയൊക്കെ നടത്തിയതാ. പുതിയ കമ്പ്യൂട്ടർ വരുമ്പോഴുണ്ടാകുന്ന നമ്മളുടെ മാനവ വിഭവത്തിന് ഏൽക്കുന്ന പരിക്കിനെ കുറിച്ചൊക്കെ ആദ്യം കൊണ്ട് ബുദ്ധിമുട്ടാക്കിയ ആളാ. പക്ഷേ 1990 2000 തൊട്ട് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ നൽകുന്ന ജോലി ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആയി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 2030 ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്തായിരിക്കും? നമ്മുടെ റോഡിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ റോഡൊക്കെ മെച്ചപ്പെടുത്തുകയാണ്, പരിഷ്കരിക്കുകയാണ്, വാഹനങ്ങൾ വരികയാണ്. കോവിഡ് കാലത്ത് ഒരു വലിയ മുന്നേറ്റമുണ്ടായി. ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഡ്രോണിലൂടെ സാധനം, കോവിഡുള്ള ഡിസ്റ്റൻസ് വേണമല്ലോ, കൊണ്ടുകൊടുത്ത് ശീലിച്ചപ്പോൾ ആണ് മനസ്സിലായത് ഡ്രോണിലൂടെ 2 കിലോ അല്ലെങ്കിലുള്ള ഒരു പാർസൽ കൊണ്ടു കൊടുക്കാമെങ്കിൽ ഡ്രോണിലൂടെ 45 കിലോ 50 കിലോ 100 കിലോ ഉള്ള ഒരു സാധനം കടത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ എളുപ്പമല്ലേ? 45-100 കിലോ ഉള്ളത് നമ്മൾ തന്നെ. മനുഷ്യരെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഡ്രോൺ ബൈക്കിന്റെ ഐഡിയ ഉണ്ടായി. ഈ ഡ്രോൺ ബൈക്കിന്റെ ഐഡിയ പരീക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 5-6 വർഷങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ 2030-35 കാലഘട്ടത്തിൽ വിദ്യാലയത്തിലുള്ള അധ്യാപകര് എത്തുക ഡ്രോൺ ബൈക്ക് ഓടിച്ചിട്ടായിരിക്കും സ്കൂളിൽ എത്തുക. അപ്പോഴുള്ള പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ടാക്സിക്കാരുടെ, ഡ്രൈവറുടെ പുതിയ ജോലി വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മളെ ട്രാഫിക് നിയമോ, കണ്ടവരുടെ വീട്ടിന്റെ മുകളിലൂടെയൊക്കെ കേബിൾ ലൈനിന്റെ, ഇലക്ട്രിക് ലൈനിന്റെ മുകളിലൂടെ പോകാൻ പറ്റില്ല. അപ്പം ഈ താഴെ റോഡിലൂടെയുള്ള ട്രാഫിക് നിയമങ്ങൾ പരിഷ്കരിച്ച് നമ്മുടെ എയർ ട്രാഫിക് ലൈൻ തീരുമാനിക്കേണ്ടി വരും. അതിന്റെ നയങ്ങളും നിയമങ്ങളും പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഒരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. ആൾക്കാർ സ്കൂളിൽ എത്തിയിട്ട് ഇന്ന് ഞാൻ വന്നത് ഇതിന്റെ ഇപ്പുറത്തെ കൂടെയാണ്, നീ ഇതിലാണ് വന്നത് എന്ന് സ്റ്റാഫ് റൂമിൽ വെച്ച് പരസ്പരം ആളുകൾ സംഭാഷണം ചെയ്യുക. വന്ന വഴിയെക്കുറിച്ചും വരുമ്പോൾ താഴെ കണ്ട കാഴ്ചകളെ കുറിച്ചുള്ള സംഗതിയാണ്. ഇത് വരാൻ പോകുന്ന ഒരു സംഗതിയാണ്, നടക്കാത്ത സങ്കല്പമൊന്നുമല്ല. അപ്പൊ ഇത്തരത്തില് ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള കോർഡിനേറ്റർ ആയിരിക്കേണ്ടത് ആരാ? അവിടുത്തെ കോർഡിനേറ്റർ ആരാണോ മേധാവി, അദ്ദേഹമാണ്. മേധാവിക്ക് സഹായത്തിനായിട്ട്, ഇപ്പോൾ തന്നെ വിദ്യാലയത്തിലേക്ക് വന്നു, മേധാവിക്ക് സഹായത്തിനായിട്ട് അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മുടെ എല്ലാ, ആദ്യം സർക്കാർ ഓഫീസിൽ വരുന്നില്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, സ്വകാര്യ തൊഴിൽദാതാക്കളുടെ ഓഫീസുകളിൽ ഒരു റോബോട്ട് ആണ് ഉണ്ടാവാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള, സ്വന്തം ചിന്തിക്കാൻ പറ്റുന്ന, അവർക്ക് ലീവിന്റെ ആവശ്യമില്ല, ശമ്പളത്തിന്റെ ആവശ്യമില്ല, മെയിന്റനൻസ് മാത്രമേ വേണ്ടൂ, വികാരം കൊള്ളേണ്ട ആവശ്യമില്ല, മുഖം നോക്കി ഇടപെടേണ്ട ആവശ്യമില്ല. ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ പഴയ നമ്മളുടെയൊക്കെ സങ്കല്പത്തിന് മുമ്പേ ചാർലി ചാപ്ലിന്റെ മോഡേൺ ടൈംസ് സിനിമ കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സ്വന്തം റൂമിൽ ഇരുന്നിട്ട് വർക്കേഴ്സിനെ നിരീക്ഷിക്കുന്ന ആ സങ്കല്പം വെച്ച ചാർലി ചാപ്ലിനെ നമ്മൾ നമിക്കുക. ഇതേ അവസ്ഥയിൽ ഒരു ഓഫീസിലെ ഒരു സിഇഒ തസ്തികക്ക് സമാനമായിട്ട് നിൽക്കുന്ന അവിടെ ഒരാളുണ്ടോ, സമാനമായിരിക്കുന്ന ആള് അവരുടെ വർക്ക് പ്ലേസിലുള്ള മുഴുവൻ ആൾക്കാരെയും മോണിറ്റർ ചെയ്യുകയും വിളിച്ചിട്ട് കൃത്യമായിട്ട് അവരെ റിവ്യൂ പറയുകയും ചെയ്യാൻ പറ്റുന്ന ഒരു AI റോബോട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്രിമ നിർമ്മിത ബുദ്ധിയുള്ള മനുഷ്യർ ഇൻവെർട്ടഡ് കോമയിൽ എല്ലാ സ്ഥാപനങ്ങളിലും വരും. ക്രമേണ നമ്മളുടെ സർക്കാർ ഓഫീസുകളിലും വരും, സിസ്റ്റം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലോകത്താണ് പുതിയ കുട്ടികള് പോകേണ്ടത്. ഇങ്ങനെ പോകണമെങ്കിൽ 1-2 ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. നമ്മളുടെ ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ ഒക്കെ ഒരുപക്ഷെ 5-10 വർഷം കൊണ്ട് വെറും ഈ കെട്ടിടങ്ങളൊക്കെ ഉപയോഗശൂന്യമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ കച്ചവട മാളുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടോ. കാരണം മൊത്തം വീട്ടിലിരുന്നിട്ട് നമ്മൾ ഓൺലൈനിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. വളരെ എളുപ്പമാണ്. നമ്മളുടെ യാത്രാ ചെലവിനുള്ള മാനുഷികാധ്വാനം, വണ്ടി എടുക്കണമെങ്കിൽ വണ്ടിയുടെ പൈസ, പെട്രോൾ ചെലവ്, ഇതൊന്നുമില്ല. ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്താൽ അപ്പോൾ ഇവിടുത്തെയുള്ള പാവപ്പെട്ട കച്ചവടക്കാർ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. ഇത് എല്ലാ കാലത്തും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പകരം
ബദലുകൾ ഉണ്ടാവാതിരിക്കില്ല. നമുക്കിതൊന്നും നിയന്ത്രിക്കാനും പറ്റില്ല. മുഴുവൻ സാധനങ്ങളും വലിയ വസ്ത്രമാളുകൾ, നമുക്ക് മാത്രമല്ല, നമ്മൾക്ക് ഒരു വസ്ത്രം, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട് ഇത് ശരിയാണോ നോക്കാൻ അവിടേക്ക് കൊടുത്താൽ മതി, എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്താൽ മതി. ഈ ആപ്പ് നമ്മൾക്ക് പറഞ്ഞു തരും യോജിക്കുന്ന വസ്ത്രം ഏതാണ് എന്നുള്ളത്. ആ വസ്ത്രം തന്നെ ഉണ്ട് കേട്ടോ. പറഞ്ഞു വരുന്നത്, ഈ ഒരു ഡിവൈസ് നമ്മളുടെ ബാങ്കാണല്ലോ, നിങ്ങളുടെ ബാങ്കാണ്, ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവരുടെ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റാണ്, സിനിമ ടാക്കീസാണ്, ഇത് ബാങ്കാണ്. എന്താണ് അല്ലാത്തത്? അപ്പൊ ഈ ഉപകരണത്തെയുമായി ബന്ധപ്പെട്ടിട്ട്, ഞാൻ മൊബൈലിന്റെ കാര്യമല്ല പറഞ്ഞ, ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്തെ തൊഴിൽ, ജീവിത രീതി, പരസ്പര സാമൂഹ്യ ബന്ധം ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്. വീട്ടിലിരുന്ന് എല്ലാവരും കൈക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം വീട്ടിലുള്ള ആൾക്കാർ തമ്മിലുള്ള അടുപ്പത്തെയാണ്. ഈ സാമൂഹ്യ ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് സാമൂഹ്യ പ്രവർത്തകരുടെ, സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായി മാറുന്നത്. ആ ഏരിയ ബാക്കി ചിന്തിച്ചോളുക, സമയത്തിന്റെ പ്രശ്നം കൊണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്താണ് തീരുമാനിക്കുന്നത്? മുഴുവൻ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്താണ് പൊതു ഇടം സംരക്ഷിക്കുക എന്നുള്ളത്? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം മുഴുവൻ കുട്ടികളുടെയും അവകാശമാണ്. 1800കളിലുള്ള ഒരു ക്ലാസ് റൂം എങ്ങനെയിരിക്കും ഒന്ന് വിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 1800ലെയും 1925ലെയും ഒരു ക്ലാസ് മുറി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 4 ചുമരും ബെഞ്ചും തന്നെ ആയിരിക്കില്ലേ? 2024ലെ ക്ലാസ് മുറി എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? ഞാൻ പറയുന്ന കാര്യങ്ങള് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അടക്കം വെച്ചുകൊണ്ടാണ് പറയുന്നത്. മുഴുവണ്ണത്തിനും വാഹനങ്ങൾക്ക്, നിങ്ങൾ 1990കളിൽ സഞ്ചരിച്ച പോലെയുള്ള ബസ്സിലല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഓർക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആ കാലത്ത് പോയിട്ടുള്ള ചായക്കടകളിലല്ല ഇപ്പോൾ പോയിരിക്കുന്നത്. ആ കാലത്ത് കണ്ടിട്ടുള്ള, ഇപ്പോഴും പഴയ സിനിമ ടാക്കീസിൽ പോയിരിക്കുന്ന കാര്യമല്ലേ, ആ കാലത്ത് നിങ്ങൾ പോയിട്ടുള്ള സിനിമ ടാക്കീസുകളല്ല, ഇൻഫ്രാസ്ട്രക്ചറിലും ആർക്കിടെക്ചറിലും എല്ലാ ഭൗതിക സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ 90കളിൽ കണ്ടിട്ടുള്ള വണ്ടികളിലല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത്, ഒന്നുമല്ല. പക്ഷെ 1950കളിലുള്ള അതേ ക്ലാസ് മുറികളിലാണ് ഭൂരിപക്ഷവും നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ഇരിക്കുന്നത്. പെഡഗോജി മാറി, സിസ്റ്റം മാറി, രീതിശാസ്ത്രം മാറി, പഠനത്തിന്റെ എല്ലാ മേഖലകളും പുതിയ കാലത്തേക്ക് മാറുമ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കാര എന്നാണ് പറയാ, കാര. ആ കാരയില് കൂട്ടിട്ടിട്ട് ഉണ്ടാക്കിയ കാരയപ്പം മാത്രമേ ഉണ്ടാവൂ. നമ്മൾ ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പുതിയ കാലത്തെ കുറിച്ച് നമ്മൾ പറയുകയും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറും ആർക്കിടെക്ചറും ഒരു മാറ്റം വരുത്താതിരിക്കുകയും പുറമെ പെയിന്റ് അടിച്ചിട്ട് തീവണ്ടിയുടെ ഒക്കെ ചിത്രം കൊടുത്ത് അടിപൊളിയാക്കുകയും ചെയ്യുന്ന ഈ ഒരു കാപട്യം ഉണ്ടല്ലോ. കാപട്യമൊന്നുമല്ല, ഒന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായി ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മാറിയ കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂമിൽ ഈ ബെഞ്ചും ഡെസ്കും, 70കളിലുള്ള ബെഞ്ചും ഡെസ്കും വീണ്ടും ആണിയടിച്ചിട്ട് പെയിന്റ് അടിച്ചിട്ട് അവിടെ ഇടുകയാണോ വേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നിങ്ങളെല്ലാവരും വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 2ാം ഭാഗം. 1ാം ഭാഗം മുൻപേ വന്നിട്ടുണ്ട്, 2ാം ഭാഗവും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൽ സമയമാറ്റത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. ക്ലാസ് റൂമിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയാണോ പുതിയ കാലത്തേക്കുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്ന, അവർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്ന, ഒരു പക്ഷേ കൂടെ ജോലി ചെയ്യുമ്പോൾ ഡോക്ടർമാരുടെ പണി എന്തായിരിക്കും? 5-10 കൊല്ലം കഴിഞ്ഞപ്പോൾ MBBS കഴിയുന്ന ഡോക്ടർമാരുടെ ജോലി എന്തായിരിക്കും? ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ മാനുവലായിട്ട് കൈകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിലും ഓപ്പറേഷൻ നടത്തില്ല 10 കൊല്ലത്തിനുള്ളിൽ. ഓർത്തോ? മുഴുവൻ ഓപ്പറേഷനും നമ്മളുടെ ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷണൽ സ്ട്രാറ്റജി കംപ്ലീറ്റ് ചെയ്യുക റോബോട്ടുകളായിരിക്കും. അതിനെ മാനേജ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ മാത്രമായിരിക്കും നമ്മളുടെ MBBS എഞ്ചിനീയറിന്റെ ചെയ്യുന്നത്. അതിന് എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പോകുന്നത് ഈ 2 കാര്യമുണ്ട്. ഒരാളുടെ ഇത് പളർന്നിട്ട് വയറിൽ കൈയിട്ടിട്ട് കാര്യങ്ങൾ ചെയ്യില്ല, ഗ്ലൗസ് ഇട്ടിട്ട്. മുഴുവൻ കാര്യങ്ങളും വിത്തിൻ 10 years റോബോട്ടുകളാണ് ചെയ്യുക ഹോസ്പിറ്റലുകളിൽ. അതിന്റെ മാനേജ് ചെയ്യലും അതിന്റെ മറ്റു കാര്യങ്ങളായിരിക്കും MBBS ഡോക്ടർമാർ ചെയ്യുക.
ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇനിയിപ്പോ 10 വർഷത്തിനുള്ളിൽ, അടുത്ത 50 വർഷത്തിനുള്ളിൽ ഈ ജനിക്കുന്ന ഇനിയുള്ള അടുത്ത 10 വർഷത്തിന് ശേഷം ജനിക്കുന്ന കുട്ടികൾ പഴയ പുരുഷായുസ് എന്നൊക്കെ ഉള്ളത് ഔട്ട്ഡേറ്റ് ആവാൻ പോവാ. 200 വർഷം വരെ ജീവിക്കാൻ തക്ക രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ അറിയുന്നുണ്ടോ? നമ്മളുടെ ജീനില് കോശങ്ങൾ നശിക്കുകയും പുനരുജ്ജീവിക്കുകയും ചെയ്യുന്നതിന്റെ അളവുകൾ ഏറ്റക്കുറച്ചല്. നമ്മൾ ചെറുപ്പകാലത്ത് പെട്ടെന്ന് ദ്രുതഗതിയിൽ കോശ വളർച്ചയുണ്ടാവും, നശിക്കുന്ന അളവ് കുറവ്. 25-30 വയസ്സാകുമ്പോൾ രണ്ടും തുല്യം യൗവനകാലത്ത്. പിന്നീട് 45-50 വയസ്സ് ആവുന്നതോടുകൂടി കോശങ്ങൾ നശിക്കുന്നതിന്റെ തീവ്രത കൂടുകയും ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുകയും, അങ്ങനെയാണ് ഉണങ്ങി നമ്മൾ ഇല്ലാതാവുന്നത്. ഈ ഒരു സിസ്റ്റത്തെ മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വാർത്തക്ക് ARDയുടെ ഒക്കെ കഥ വായിച്ചിട്ടുണ്ട്. സർഗാത്മകതയുള്ളതാ. 150-200 വർഷം നമ്മുടെ ശരീരകോശത്തെ ഉത്തേജിപ്പിച്ചു നിൽക്കുന്നതും പാരമ്പര്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീനോം എഡിറ്റിംഗ്, ജീൻ എഡിറ്റിംഗ് സിസ്റ്റം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 15-10 വർഷത്തിന് ശേഷം ജനിക്കുന്ന കുട്ടികൾ 150-200 വർഷം വരെ ജീവിക്കാൻ തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കാനുള്ള രീതിയിൽ നമ്മളെ ജീൻ എഡിറ്റിംഗ് അങ്ങോട്ട് വളർന്നിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സാങ്കേതികമായിട്ട് വളരെ ദ്രുതഗതിയിൽ പോകുന്നു, മറ്റേ ഭാഗത്ത് ഇത്തരത്തില് ഒരു വീട്ടില് മട്ടുപ്പാവൂർ ഫ്ലാറ്റില് കാട്ടിക്കുളത്ത് വലിയ 10 ഏക്കർ വിറ്റിട്ട് കോഴിക്കോട് പോയി താമസിക്കുന്ന 1-2 ആളെ എനിക്കറിയാം. ഫ്ലാറ്റിൽ താമസിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പൊ അവിടെ പോയി പെട്ടിരിക്കുന്നുണ്ട് അവര്. പക്ഷെ ആ ഫ്ലാറ്റിന്റെ മുകളില് റൂമില് കിച്ചണില് കൃഷി ചെയ്യാൻ ഒരേ വൃക്ഷത്തില് അവർക്ക് ആവശ്യമുള്ള 2-3 സമാന സ്പീഷീസിൽപ്പെട്ട പച്ചക്കറികള് വിളയിച്ചെടുക്കാനുള്ള ടെക്നോളജി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലമുണ്ട്. നാട്ടുമാവുകൾക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഈ 10 സെന്റ് അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരൊറ്റ മാവില് നാട്ടിലുള്ള 40 ഇനം മാങ്ങയുണ്ടെങ്കിൽ 40 ഇനം മാങ്ങയും കായ്ക്കുന്ന രീതിയിലേക്ക് നമ്മളെ ഈ ജീൻ എഡിറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വരും. നമ്മൾ അന്താളിച്ചിരിക്കും ഒരു 10 വർഷം കഴിയുമ്പോഴുള്ള കാര്യം. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മളും അതിന്റെ ആളായി മാറുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷിക്കഥയും കാര്യങ്ങളൊന്നുമല്ല. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയാതെ നമ്മളും അതിന്റെ ആളായിത്തീരും. നമ്മൾക്ക് ഇതൊന്നും ഇങ്ങനെ ഒരു സാധനം അറിയില്ലായിരുന്നല്ലോ, നമ്മളിപ്പോ അതിന്റെ ആളല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം ക്ലാസ് റൂമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ആർക്കിടെക്ചറിൽ ഉണ്ടാക്കേണ്ട മാറ്റം എന്താണ്, ഇതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സിസ്റ്റം ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ ആലോചന തുടങ്ങണം. അപ്പൊ അറിവിനെ നമ്മൾ ഇതുവരെ എന്താണ് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്? സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലൂടെ ചരിത്രത്തെ എന്താണ് സംവേദിക്കാനും ചരിത്രത്തെ പരിഷ്കരിക്കാനും വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് നിർത്താം. നമ്മൾ ഇതുവരെ കണ്ടെത്തിയ അറിവിനെ കുട്ടിയുടെ സാംസ്കാരിക പശ്ചാത്തലം, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിലവിലുള്ള ഈ ഇൻ സർവീസ് കോഴ്സ്, ആവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം, ആയതിനു ശേഷമുള്ള പരിശീലനം. ആയതിനു ശേഷമുള്ള പരിശീലനത്തെ നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് വിലയിരുത്തണം. എല്ലാ വർഷവും വെക്കേഷനിൽ മാർച്ച് മാസം തുടങ്ങിയാൽ മെയ് മാസം വരെ പരിശീലനങ്ങളാണ് വിവിധം. ഈ പരിശീലനങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും അതിന്റെ ഔട്ട്പുട്ട് എത്രത്തോളം തൊട്ട് മുൻപത്തെ വർഷത്തെ ഒരു അധ്യാപകന്റെ അക്കാദമിക് സ്റ്റാറ്റസിൽ നിന്ന് അടുത്ത ജൂൺ മാസം തുടങ്ങുമ്പോഴേക്ക് എത്രത്തോളം ഈ അക്കാദമിക് സ്റ്റാറ്റസ് മാറുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന അധ്യാപകര് ഒന്ന് ആലോചിക്കുക. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ മാർച്ച് 31 ശേഷം ഈ കാലത്ത് എന്താണ് ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരത്തിലുള്ള പരിശീലനം കൊടുക്കുകയും അറിവ് നേടാൻ, ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളെ സൂചിപ്പിച്ചുള്ളൂ മാറ്റത്തെക്കുറിച്ച്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചും പുതിയ അറിവ് നേടാനുള്ള അവസരം നമ്മൾ അടച്ചു കളയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അധ്യാപകർക്ക്. ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ ഒരുപാട് കടമ്പകളാണ്. വെറുതെ പഠിച്ച് ഡിഗ്രി എടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ 10-40 ഡിഗ്രി എടുത്തിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരെയും നമ്മൾക്കറിയാം. അതല്ല, തന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പഠനത്തിന് ഒരു സജ്ജീകരണവും സിസ്റ്റം മുന്നോട്ട് സഹായിച്ചുകൊണ്ട് ചെയ്യുന്നില്ല. അവരവരുടെ റിസ്കിലാണ്, അതിന് തടസ്സവും ഉണ്ടാവുന്നുണ്ട്.
ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ മാറ്റാനുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ അതിന് ആദ്യമായിട്ട് നമ്മുടെ സാംസ്കാരിക സംഘടന പരിഷത്ത് പോലെയുള്ള നമ്മുടെ സംഘടനകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാനും കാലത്തോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കല്ലാതെ കാലത്തോട് സംഭവിക്കാനുള്ള ഒരാളെ, ഒരു കുട്ടിയെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സാംസ്കാരികമായിട്ടുള്ള ഓരോ വ്യവസ്ഥയിലാണ് ഓരോ വ്യക്തിയും താമസിക്കുന്നത്. ഈ സാംസ്കാരികമായിട്ടുള്ള വ്യവസ്ഥയോട് സംവേദിക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ഒരു ടെക്സ്റ്റ് ആയാലോ ഒരു അറിവായാലോ എങ്ങനെയാണ് അത് സംശീകരിക്കുക? നമ്മൾ ഏതിനും ഒരു വിളവിറക്കണമെങ്കിൽ, ഒരു പുസ്തകം വായിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് നോളജ് അറിയണ്ട്. നമ്മൾ ഇതൊക്കെ സിസ്റ്റത്തിൽ പറയുന്നുണ്ട്, പ്രീവിയസ് മുന്നറിവ്. ആ മുന്നറിവല്ല ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ ഒരു സാംസ്കാരിക മേഖലയിലേക്ക് ഒരു പുതിയ അറിവും നമ്മൾക്ക് ഇറക്കി വെക്കാൻ പറ്റില്ല. അത് അവിടെ മേലെ അങ്ങനെ നിൽക്കും. ഒരു വെള്ളം വരുമ്പോൾ അത് അങ്ങ് ഒഴുകിപ്പോയി, അതിനോട് ചേർന്ന് നിൽക്കില്ല. അത്തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് അവിടെ ഉണ്ടാവുകയില്ല. അപ്പൊ ഈ സാംസ്കാരിക മേഖലയെ നമ്മൾ 2009 ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്ന ഒരു സംഗതിയാണ് പ്രാദേശിക പാഠങ്ങൾ എന്നുള്ള സംഗതി. അത് വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ പണിയുണ്ടെന്നേ. ഇതൊന്നും എളുപ്പമല്ല, സ്വാഭാവികമായിട്ടില്ല. പണിയുണ്ട്, നല്ല പണിയുണ്ട്. നമ്മുടെ ഇടപെടുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ സാംസ്കാരിക മേഖലയുമായി സംവേദിക്കാൻ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ കൂട്ടിനെ ഏത് തരത്തിലാണ് ഞാൻ മയപ്പെടുത്തേണ്ടത് എന്ന് ആലോചിക്കേണ്ട അധ്യാപകൻ തനിച്ചാണ്. അതിന് ആ പ്രദേശത്തുള്ള കൂട്ടായ്മ മാത്രമേ ഉണ്ടോ? അത് ബുദ്ധിമുട്ടുണ്ട്, കൊണ്ട് തള്ളിക്കളഞ്ഞു. ഒരു കാരണം തള്ളിക്കളയാനുള്ള ഇത്തരത്തില് ക്ലാസ് റൂം, സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ആർക്കിടെക്ചർ പുറമേയുള്ളതല്ല, വഴിക്കേ പോകുമ്പോൾ കാണുന്ന ഹായ് ഹായ് അല്ല, അകത്തുള്ളത് എങ്ങനെയിരിക്കണം, ഏത് തരത്തിലാണ് ഡെസ്കും ബെഞ്ചും എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ നിലവിൽ നമ്മളത് വീണ്ടും വീണ്ടും ആണിയടിച്ച് റിപ്പയർ ചെയ്തുകൊണ്ട് പോവുകയാണോ വേണ്ടത്? ഒരു സാമ്പിൾ പ്രതീകം എന്നുള്ള നിലക്കാണ് ഞാൻ ഡെസ്കും ബെഞ്ചിന്റെ കാര്യം പറഞ്ഞത്. ഇൻഫ്രാസ്ട്രക്ചർ, ആർക്കിടെക്ചർ മാറ്റണം. കുട്ടികളുടെ ഈ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തില് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ച സ്റ്റേറ്റിൽ നിന്നൊക്കെ കലാധര മാഷൊക്കെ ഒരുപാട് ദിവസം കൊണ്ടുവന്ന് സ്കൂളിൽ താമസിപ്പിച്ചിട്ട് കുറേ പ്രവർത്തനങ്ങൾ ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത ആളാണ് സന്തോഷ് മാഷ്. പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഗോത്രമേഖലയായി ബന്ധപ്പെട്ടിട്ട് ഗോത്രമേഖലയെ അവരുടെ ആ സിസ്റ്റത്തിൽ തന്നെ നിലനിർത്തുകയും അവരതേപോലെ, നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഞാൻ പറയുന്ന കോൺട്രോവേഴ്സി ആയിട്ട് അനുഭവപ്പെടുകയും ചെയ്യാം, എന്നാലും ഒരു നിർദ്ദേശം പറയുകയാണ്. അതേ സ്ഥലത്ത് നിലനിർത്തുകയും അവരുടെ കുട്ടികളെ സാമൂഹ്യ സമ്പർക്കത്തിന് വേണ്ടി പൊതുധാരയിലേക്ക് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു വലിയ സംഘർഷമുണ്ട്. ഗോത്രവിഭാഗം താമസിക്കുന്ന മേഖലകള് ഇന്ത്യയിലായിട്ടില്ലേ, അവരെ മറ്റൊരു തരത്തിലും നമ്മൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്? ഒരാളുടെയും സംസ്കാരത്തെ തകർക്കാൻ ആർക്കും, ഭാഷയും സംസ്കാരവുമാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്ത, അതിനെ തകർക്കുക എന്നുള്ളതല്ല. പക്ഷേ സാമൂഹ്യവൽക്കരണത്തിൽ കുടുംബത്തെ നമ്മൾ ഭാഗവാക്കാകാതിരിക്കുകയും അവർക്ക് വേണ്ട സംഗതി അവിടെ പോയി കൊണ്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി അത്തരത്തിൽ ഇടപെടാതിരിക്കുകയും അവരുടെ കുട്ടികളെ പൊതുവിദ്യാലയം എന്നുള്ള മൊത്തം കൂടിച്ചേരുന്ന സമുദ്രത്തിലേക്ക് വലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് വലിയ സംഘർഷം ഉണ്ടാവുന്നുണ്ട്. മലപ്പുറത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ നിലമ്പൂരിന്റെ ഭാഗത്തുള്ള തോല നായ്ക്കരല്ലേ, തോല നായ്ക്കര, അതിൽപ്പെട്ട ഒരാള് ഇന്നും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ആള് വിനോദ് ഉണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുക, PhDക്ക് ആദ്യമായിട്ടാണ് ഒരാള്. വിനോദ് അവിടെ വന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നിലമ്പൂര് വെച്ചിട്ട്. വിനോദ് ഇതിന്റെ വലിയൊരു ഇരയും ഇതിന്റെ ഒരു പ്രധാന കാർമ്മികനുമാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിനോദ് പറഞ്ഞത്, എന്റെ സമൂഹത്തെ ഏറ്റവും നമ്മുടെ നാട്ടിലുള്ള അതുപോലെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഗോത്രവിഭാഗ ചോല നായ്ക്കന്മാർ എന്ന് പറയുന്ന ചോല നായ്ക്കർ തന്നെയാണോ ഇവർക്ക് പേര്? അതെ, ഇപ്പോഴും ഇന്ത്യയുടെ പുറത്തിറങ്ങാതെ വരുന്ന ഉള്ളിലുള്ള നിലമ്പൂർ കാട്ടുകളിലുണ്ട്, അവിടെ നിന്നാണ്. പക്ഷെ വിനോദ് പറഞ്ഞത്, ഞാൻ തിരിച്ചു വന്നിട്ട് ഈ സമായോജനവും സാമൂഹ്യവൽക്കരണവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിലെത്തിയ ഉടനെ ഇവന്റെ എല്ലാ സംഗതികളും പുറമേയുള്ള ഉടുപ്പുകളൊക്കെ മാറ്റിവെച്ച് ഗോത്രവിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ സംബന്ധിക്കുകയും തേനെടുക്കാൻ പോവുകയും എല്ലാ സിസ്റ്റത്തിലും ചെയ്യുകയും കൂടെയുള്ളവരെ ഈ പൊതുധാരയിൽ എത്തേണ്ട ചിന്ത വർദ്ധിപ്പിക്കേണ്ടതിനെ കുറിച്ചിട്ട് അവിടെ വലിയൊരു വിപ്ലവ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിനോദ്. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഈ വിനോദുമാര് മാത്രം, അതായത് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം ചെയ്യേണ്ട കാര്യമാണോ? നമ്മളിപ്പോഴും സഹായം അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ സാമൂഹ്യവൽക്കരണ പ്രക്രിയയെ നമ്മളുടെ ഗോത്രവിഭാഗവുമായി ബന്ധപ്പെട്ട് ഗോത്രവിഭാഗത്തിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശമാണ്. ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യം ഫൈനലാക്കിയിട്ടുള്ള കാര്യമല്ല, ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യം എന്ന് തന്നെ അറിഞ്ഞുകൊണ്ടാണ്. ഗോത്രവിഭാഗത്തെ സാമൂഹ്യ പ്രവർത്തനം ഇവിടുത്തെ ബന്ധിപ്പിക്കാനുള്ള എന്തെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ, വിദ്യാലയവുമായി അടുപ്പിക്കാൻ എത്രത്തോളം സാധിക്കുന്നുണ്ട്, അതിന് ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തേണ്ടതല്ലേ. ഇത്തരത്തില് കുടുംബങ്ങളെ സാമൂഹ്യവൽക്കരണ പൊതുധാരയിലേക്ക് കൊണ്ടുവരാതെ കുട്ടികളെ മാത്രം പൊതുധാരയിലെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴുള്ള ഒരുപാട് സംഘർഷങ്ങളും സങ്കീർണതകളും നിലനിൽക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. ഇത് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ കാര്യത്തെക്കുറിച്ച് വേണ്ടത്ര ആലോചിക്കുന്നുമില്ല. നിർത്തുകയാണ്. മറ്റൊന്ന്, കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ജിജ്ഞാസ എന്നുള്ളത്. മറ്റുള്ളവർക്ക് ജനിതകമായിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. ഒരു പൂച്ചക്കുട്ടിക്കായാലും മറ്റേത് പക്ഷിക്കൊക്കെ ആയാലും ആ തരത്തിലുള്ള മനുഷ്യന്റേത് സവിശേഷമായിട്ടുള്ള ജിജ്ഞാസയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ബ്രെയിനിന്റെ സവിശേഷത കൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളതും. ഈ ജിജ്ഞാസയാണ് കുട്ടിയുടെ കയ്യിൽ ഒരു ഉപകരണം കിട്ടുമ്പോൾ അത് അടിച്ചു പൊളിക്കാനും വായിലിട്ട് നോക്കാനും ഒക്കെ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. ഈ ജിജ്ഞാസയാണ് ക്ലാസ് റൂമിൽ വരുമ്പോൾ അവൻ പലവിധ പ്രവർത്തനങ്ങളായിട്ട് അധ്യാപകർക്കും സിസ്റ്റത്തിനും കുസൃതിയായിട്ട് തോന്നുന്ന സംഗതി. ഇതിനെ വേണ്ട രീതിയിൽ മുന്നോട്ട് നയിക്കാനുള്ള എന്തെന്തൊക്കെ സംവിധാനങ്ങൾ വിദ്യാലയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആലോചന. ഇപ്പൊ പറഞ്ഞു വരുന്നത് പ്രൊഫഷണൽ ആവുക എന്നുള്ളതാണ്. അധ്യാപകർ പ്രൊഫഷണൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പഠിച്ച കാലത്തെയാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ പഠിച്ച കാലത്തുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ പഴയ പ്രവർത്തനങ്ങൾ നമ്മൾ സന്തോഷിച്ച രീതിയിൽ വെള്ളത്തിൽ കളിച്ച് കുളിച്ച് വയലിലൂടെ നടക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തൊരു നഷ്ടമാണ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾക്ക് 40 വർഷം മുമ്പുള്ളവർ എന്തൊക്കെ കളിച്ചു എന്നുള്ളത് നമ്മൾക്കറിയാം. അവരെന്താ പറയാ, അവരുടെ കാലത്തുള്ള ഏറ്റവും സുന്ദരമായ പ്രകൃതിയാണ് നല്ലതെന്ന്. അന്നേരം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് 40 വർഷം മുമ്പ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രാത്രി ഒന്ന് കക്കൂസിൽ പോകാൻ തോന്നിയാലുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും പഴയ കാലത്ത് പറയല്ലേ. വെള്ളം എടുത്തിട്ട് കുഴിച്ച കുഴിയിലേക്ക്, അവിടെ മഴവെള്ളം കുഴിയിലേക്ക് ഇങ്ങനെ ഉറ്റുന്നുണ്ടാവും. അതിന് മേലെ തണ്ടിന്റെ മേലെ ഇരുന്നിട്ട് നല്ല മഴ വന്നാൽ മരത്തിന്റെ താഴ്ന്ന് ഉറ്റുന്ന വെള്ളം ശരീരത്തിലേക്ക് തെറിക്കുന്ന രാത്രി കാലങ്ങൾ കിടക്കാൻ നേരത്ത് കക്കൂസ് പോകാൻ തോന്നിയാൽ ഒരു 40 വർഷം മുമ്പേ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ്? ഇതൊന്നും ഓർക്കാതെ പണ്ട് പാടവരമ്പത്തിലെ നടന്നതും വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരു കവിത കൂടിയാണത്. എന്താണ്? പണ്ടെങ്ങാണ്ടോ എന്തോ ഉണ്ടായിരുന്നു എന്നുള്ള പാട്ടില്ലേ? അതിൽ ഇത്തരത്തിലുള്ള നമ്മുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും മറച്ചു വെച്ചുകൊണ്ട് നമ്മളൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഹോം സിക്നെസ് ഉയർത്തുന്ന ഒരു പാട്ടാണ്. കേൾക്കാൻ നല്ല പാട്ട് നല്ലതാണ്, പക്ഷെ അതിനുള്ളിലെ ആശയം അത്ര പുരോഗമനപരമൊന്നല്ല. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നു. നല്ല പാട്ടല്ലേ? ഈ പണ്ടെങ്ങാണ്ട് ഈ നിങ്ങളുടെ സൗകര്യങ്ങൾ എന്തായിരുന്നു? അവിടെയും വിദ്യാലയത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മളുടെ കയ്യാലപ്പുറത്തുണ്ടായ കക്കൂസ് നടന്ന് വന്ന് നമ്മളുടെ വീട്ടിന്റെ പിറകുവശത്ത്, അടുക്കളയുടെ അപ്പുറം പിറകുവശത്തേക്ക് ചേർന്ന് നിന്നു കുറേ കാലം. പിന്നീട് മെല്ലെ ഞാൻ അകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അകത്ത് ഒരു മൂലക്ക് ചേർന്ന് നിന്നു. ഇപ്പോൾ നമ്മളെ കട്ടിലിനടിയിൽ കക്കൂസ് വന്നിരിക്കുകയാണ്, ബെഡ്റൂമിൽ വന്നിരിക്കുകയാണ്. കയ്യാലപ്പുറത്ത് 1 ഏക്കർ 50 സെന്റ് പറമ്പും വീടുള്ള ഒരാളുടെ 50 സെന്റിന്റെ 30 മീറ്റർ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് ദൂരത്തായിരുന്നു കക്കൂസ് ഉണ്ടായിരുന്നത്. അല്ലാതെ പറയട്ടെ, ആ കക്കൂസ് ബെഡ്റൂമിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. സ്കൂളിന്റെ കക്കൂസ് ഇപ്പോഴും എവിടെയാണുള്ളത്? എന്തുകൊണ്ടാണ് സ്കൂളിന്റെ കക്കൂസ് വൃത്തികേടായി കിടക്കുന്നത്? സ്കൂളിന്റെ കക്കൂസ് എവിടെയാണ് വേണ്ടത്? വീട്ടിലെ കക്കൂസ് ബെഡ്റൂമിലാവാമെങ്കിൽ സ്കൂളിലെ ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ കെട്ടിടമൊക്കെ അല്ല, സ്കൂളിലെ അതത് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പോകാൻ അവരുടെ ക്ലാസ്സിനകത്തല്ലേ ടോയ്ലറ്റ് വേണ്ടത്? എന്താണ് ഇന്നും ടോയ്ലറ്റ് സ്കൂളിന്റെ അങ്ങേയറ്റത്ത് കുട്ടികൾക്ക് തോന്നിയാസം, ഇൻവെർട്ടഡ് കോമയുള്ള തോന്നിയാസം, ഈ മാഷന്മാരോട് സിസ്റ്റത്തോടൊക്കെയുള്ള സംഗതി മാറ്റാനുള്ള ഒരു കഥാർസിസ് ചെയ്യാനുള്ള ഏരിയ ആയിട്ടാണ് കക്കൂസ് മാറിയിട്ടുള്ളത്. ആ സർവജന സ്കൂള് എന്തൊരു ടോപ്പ് സ്കൂൾ പറയാം. എന്റെ മോള് പഠിക്കുന്ന സ്കൂളാണ്. എല്ലാ വർഷവും അവിടുത്തെ പ്രശ്നം നമ്മളെ VNS ഒക്കെയുള്ള പണി എന്താ അറിയോ? പണം പിരിച്ചിട്ട് ജൂൺ മാസത്തില് ടോയ്ലറ്റ് ക്ലോസറ്റ് കെട്ടലാണ്. യാത്ര പറയുന്ന സമയത്ത് പിള്ളേര് ബിയർ കുപ്പിയൊക്കെ വന്ന് അടിച്ചു പൊട്ടിച്ച് കക്കൂസ് ശരിയാക്കി കളയും.
ഓക്കെ, നിർത്തുകയാണ്. ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനം അച്ച് മാറ്റുകയാണ്. ആ അച്ച് ഒരു ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു. ക്ലാസ് റൂമിന്റെ ആർക്കിടെക്ചർ മാറേണ്ടിയിരിക്കുന്നു. അധ്യാപകര് ഈ സാമൂഹ്യ സാംസ്കാരിക മേഖലകൾ പരിഗണിച്ചുകൊണ്ട് കുട്ടിയുടെ സാംസ്കാരിക പരിസരത്തെ പരിഗണിച്ചുകൊണ്ട് ഇടപെടാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങള്, പരിശീലനങ്ങള്, വെക്കേഷനിൽ നടത്തുന്ന കാലാകാലങ്ങളായിട്ടുള്ള ആചാരം ആയി മാറിയിട്ടുള്ള ക്ലീഷയായി മാറിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പുനരാലോചിക്കേണ്ടിയിരിക്കുന്നു. കുട്ടി പഠിക്കേണ്ടത് ഈ എന്താണ്, നമ്മൾ അറിയുന്ന ഒരു പുസ്തകം പ്രിന്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ വിവരം ഔട്ട്ഡേറ്റഡ് ആയില്ലേ, പുതിയ കാര്യമല്ലേ വരുന്നത്. ഓരോ ദിവസവും വരുന്ന പുതിയ ആപ്പുകൾ എന്തൊക്കെയാണ്. ഒരു പുസ്തകം പ്രിന്റ് ചെയ്ത് സ്റ്റാപ്ലർ ചെയ്താൽ അതിലെ മുഴുവൻ വിവരങ്ങളും പ്രാചീനമായി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. പബ്ലിഷ് ചെയ്യുമ്പോഴേക്ക് പുതിയ കാലമല്ലേ വരുന്നത്, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ ഒരു പഴയ കാലത്ത് പറഞ്ഞാണ്, 30 വർഷം മുമ്പ് പറഞ്ഞാണ്, പുസ്തകം ഒരു ഉപകരണം മാത്രമാണ് പഠനത്തിനുള്ളതെന്ന ആശയമൊക്കെ നമ്മൾ പണ്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പുസ്തകം മാത്രമാണ്. അതുകൊണ്ടാണ് കുട്ടി എപ്പോഴാണ് തോൽക്കേണ്ടത്, ജീവിതത്തിൽ ആരെങ്കിലും തോൽക്കലുണ്ടോ? ജീവിതം നടന്ന് അവസാനിക്കലല്ലേ. അതിൽ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജയമായിട്ട് കാണുന്നതല്ലേ. ജീവിതത്തിൽ എന്ത് ജയവും തോൽവി എന്നുള്ളത്? ജീവിതം തുടങ്ങുകയും അവസാനിക്കുകയും. അപ്പോഴാണ് ഈ പ്രവർത്തനത്തിൽ ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമൂഹവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തെ പുനർസൃഷ്ടിക്കല്ല, ചരിത്രത്തെ പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കുട്ടിയോട് പറയുകയാണ്, നീ ഇവിടെ വെച്ച് തോറ്റിരിക്കുന്നു എന്ന് ഓരോ ക്ലാസ്സിൽ വെച്ചിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. അതെങ്ങനെയാ കുട്ടി തോൽക്കുന്നത്? സിസ്റ്റവും കുട്ടിയുമല്ല നോക്കുന്നത്. ഒരു കുട്ടി ഓരോ അളവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും വ്യത്യസ്ത തലത്തിൽ ഇന്റർണലൈസ് ചെയ്യാൻ അവരവരുടെ സംസ്കാരവും പിന്നെ എന്താണ് പൂർവ്വ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു കാര്യത്തെ നമ്മൾ ബോധ്യപ്പെടുന്നത്. ആ ബോധ്യപ്പെടലുകളിൽ ഓരോ കുട്ടിക്കുമുള്ള ബോധ്യപ്പെടലുകളിൽ ചില ആളുടെ ബോധ്യപ്പെടലുകൾ പിന്നെ അവരെ തങ്ങി നിൽക്കാനും മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനും ആവുന്ന എങ്ങനെയാണ്? ആ ബോധ്യപ്പെടുന്ന തങ്ങി നിൽക്കുന്ന ആളെ പൊതു വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വീണ്ടും അംഗീകരിപ്പിച്ചിട്ട് അവനെ കൂടി കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതല്ലേ ഈ തോൽവി എന്നുള്ള സങ്കല്പം തന്നെ. അതാണ് പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ഇരിപ്പിടവും പഠനവും പിന്നെ 1900-കളിൽ നിന്ന് 2024-ലേക്ക് വേണ്ടത്ര മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ച് തന്നെയാണ്. സമയത്തിന്റെ കൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ആയതുകൊണ്ട് അടുക്കും ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും നിർത്തുകയാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം ഇപ്പോഴും വന്നിട്ടുള്ളത് നമ്മളുടെ നിലവിലുള്ള പിന്നെ എന്താണ് അഖിലേന്ത്യാ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയെ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇപ്പം കഴിഞ്ഞ മാസം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനത്തില് ഡ്രോപ്പ് ഔട്ട് റേറ്റ് എത്രയാണ് ഇന്ത്യയിലെ റിപ്പോർട്ട് ഓൺ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് 2023-24 നടത്തിയ പഠനത്തില് നമ്മുടെ 5.2 ആയിരുന്ന ഡ്രോപ്പ് ഔട്ട് 10.9%, ഇരട്ടിയിൽ മേലേക്ക് പോയിരിക്കുകയാണ്. ഇന്ത്യയിലെ കേരള ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല, നമുക്ക് അഭിമാനിക്കാം. കേരളം നിലവിലില്ല, പക്ഷെ കേരളത്തിലും ഡ്രോപ്പ് ഔട്ട് കൂടുന്നുണ്ട്. ഗോത്ര വിഭാഗ മേഖലയിലും പിന്നോക്ക വിഭാഗ മേഖലയിലും എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. ഡ്രോപ്പ് ഔട്ട് കൂടുന്നുണ്ട് കേരളത്തിലും, പക്ഷെ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ബീഹാറിലൊക്കെയാണ് 5.2 ആയിരുന്നു നമ്മുടെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് 4 വർഷം മുമ്പ് വരെ. അപ്പൊ ഇതിനുള്ള കാര്യം എന്താണ്? നമ്മൾ പിന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞേ, പഴയ കാലത്തുള്ള കാര്യങ്ങൾ ആണ് ഗംഭീരമെന്നും ആ കാലത്തെ മാനുഷിക മൂല്യങ്ങൾ ഒരിക്കലും മാറുന്നില്ല. മനുഷ്യർക്ക് അടിസ്ഥാന മൂല്യങ്ങൾ സ്നേഹം, കരുണ, അനുതാപം, സഹായ മനസ്ഥിതിയൊക്കെയാണ്. അത് മാറുന്നില്ല. അതിന്റെ പുറമേയുള്ള കുപ്പായം മാത്രമാണ് മാറുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മനുഷ്യർ എങ്ങനെ ഇടപെടണം എന്നുള്ള രീതിശാസ്ത്രമാണ് പഴയ കാലത്ത് നിന്ന് പുതിയതിലേക്ക് നമ്മുടെ വസ്ത്രത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം പോലെ തന്നെ മാറിയിട്ടുള്ളത്. അത് അംഗീകരിക്കില്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പാത ഇവിടെ പറയുന്നില്ല, പ്രശ്നം അല്ലേ, അങ്ങനെ വരണം എന്ന് പറയുന്നത്. അതാണ് ശരി. അതിനെ കുറിച്ചിട്ട് ഒരാഴ്ച മുമ്പേ ചർച്ചയുണ്ടായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് ബോധ്യപ്പെട്ടിട്ട് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാണ് രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ ഇതൊക്കെ തിരിച്ചറിയേണ്ടത് ഒരാളെ ഇരുത്തി പറഞ്ഞു കൊടുത്ത് ഗുണപാഠ കഥകളിലൂടെ ആർക്കും ആരെയും നന്നാക്കാൻ പറ്റില്ല. അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ആ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന തീപ്പൊരിയിലൂടെയാണ് ആൾക്കാർ തിരിച്ചറിവുണ്ടാകുന്നത്. അത്തരത്തിലുള്ള തീപ്പൊരി ഉണ്ടാക്കാൻ നമ്മുടെ സിസ്റ്റം മാറേണ്ടതിന് അതിനു വേണ്ടിയിട്ട് പരിഷത്ത് പോലെയുള്ള നമ്മളുടെ സംഘടന, ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയാണ് ശാസ്ത്രസാഹിത്യ പരിഷത്ത്, ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നമ്മുടെ PV സന്തോഷ് മാഷ്
മായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളും മാഷറുടെ പിന്നെ അക്കാദമിക പ്രവർത്തനമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകരുത്. അതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഒരു ബുക്ക് കൂടി അടുത്ത വർഷത്തെ ഇതിന് കൂടി മുമ്പ് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തൽ മാഷുടെ ഓർമ്മയിൽ നമ്മൾ മാഷുമായി ഇടപെട്ടിട്ടുള്ള കാര്യം, മാഷുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ വിദ്യാഭ്യാസ ചിന്തകളുടെ ലേഖനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ബുക്ക് പരിഷത്തായാലും അല്ലെങ്കിൽ ഒരു ബുക്ക് കൂടി പബ്ലിഷ് ചെയ്താൽ അതൊരു വലിയ മാഷോട് ചെയ്യുന്ന ഒരു വലിയ കടമയായിരിക്കും എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്. ഏതായാലും കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. എത്രത്തോളം സാധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും ഇങ്ങനൊരു സന്ദർഭത്തിൽ എത്തിപ്പെടാൻ പറ്റിയൊരു സന്തോഷം ഉണ്ട്. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.